ചൂടും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒരു ക്ഷീണം പോലും തോന്നില്ല നമുക്കിവിടെ ഇരിക്കുകയാണെങ്കിൽ. അത്രയും അരിഞ്ഞിങ്ങനെ ഇട്ടിട്ട് ഉണക്കിയെടുക്കാൻ പറഞ്ഞതിനോട്. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണേ. കാറ്റ് തൈ എന്നൊക്കെ പറഞ്ഞാലേ ഭയങ്കര കുഞ്ഞിതായിരിക്കും. അത് വളർത്തി കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു നോക്കണേ. ഈ ഒരു സ്റ്റെപ്പുമ്മ കയറി നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കാൻ പറ്റും. കുറച്ച് ചെയ്യുമ്പോൾ സ്ഥലമായിരുന്നേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയോട്ടാ, നമുക്ക് ഇവിടെ നമ്മുടെ കുട്ടിപ്പട്ടാണക്കുള്ള ടാങ്കും ഒക്കെ പണിയുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് ചേമ്പ് നട്ടിരുന്ന സ്ഥലമായിരുന്നു. അതായത് നമ്മുടെ വയലറ്റ് ചേമ്പ് കേട്ടാ, ഇത് ഇങ്ങനത്തെ. അപ്പോൾ ഇതിൻ്റെ ഒരു കട ഇവിടെ പറിച്ചപ്പോൾ നമുക്ക് നന്നായിട്ട് പണിയുണ്ട്. ഇത് അവര് ഇവിടെ ആ സ്ഥലം ശരിയാക്കുമ്പോൾ അവരെ തന്നെ എന്താ പറയുക കടയൊക്കെ പറിച്ചിട്ടതാ. ഇവിടെ ഇത്തിരി കൂടി ഉണ്ട് കേട്ടാ. ഞാൻ ആക്കി നോക്കട്ടെ. അതെ അവിടെ നിൽക്കണു. നമ്മളിവിടെ നിറച്ച് ചേമ്പുള്ള സ്ഥലമായിരുന്നേ. കണ്ടോ, നല്ല മണിമണി ചേമ്പ്. ഇതൊക്കെ തള്ളകളാണ്. തള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കുഴിച്ചിടാം നമുക്ക്. ഇത് പ്രതീക്ഷിക്കാത്ത എന്നൊരു ചേമ്പ് പറിച്ചത് കേട്ടാ. കാരണം അവർക്ക് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെയൊക്കെ ടൈലിടേണ്ട സ്ഥലമാണ്. അപ്പോൾ അവിടെ നിൽക്കണ കട അവർ തന്നെ കളച്ചിട്ടതാ. നമ്മളെ ഇന്ന് അവിടുത്തെ പറമ്പിലേക്ക് പോവാ. നമുക്ക് അവിടെ കുറച്ച് ബീറ്റ്റൂട്ട് തൈ നടാനുണ്ട്. നമ്മളുണ്ടല്ലോ നമ്മുടെ പറമ്പിൻ്റെ ഇവിടേക്ക് കടക്കണോർത്ത് തന്നെ നോക്കി നമ്മളൊരു പന്തലിട്ടു കൂട്ടാ. അതായത് കോവയ്ക്ക പന്തലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. എങ്ങനെയാണെന്നറിയില്ല, ഒരു കോവയ്ക്ക ഇവിടെ ഇങ്ങനെ തന്നെ മുളയ്ക്കായിരുന്നു. അപ്പോൾ അത് പടർന്ന് വരുന്നുണ്ട്. അപ്പോൾ തോന്നി എന്നാൽ പിന്നെ ഇവിടെ ഒരു പന്തലിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇട്ടതാട്ടോ. നമ്മുടെ അവിടെ പീച്ചിങ്ങൊക്കെ പന്തലില്ലേ, അതേപോലത്തെ ഒരു പന്തലാണ്. അത് കാരണം തന്നെ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. നമ്മളിങ്ങനെ ചുറ്റി വലിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. കയറ് മാത്രം മതി ഇങ്ങനെ ഇടുമ്പോൾ. നമ്മുടെ ചെണ്ടുമല്ലിക്കും എന്താ വിത്തായി തുടങ്ങിയിട്ടാണ്. കണ്ടോ, 2 സൈഡിലും വിത്തായി തുടങ്ങി. എടുത്ത് വെച്ച് നോക്കണം കേട്ടോ, വിത്ത് ഉണ്ടാവുമോ എന്നുള്ളത് നോക്കണം. ഉണ്ടാവാറുണ്ട്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ ഈ ചെണ്ടുമല്ലി വിത്തൊക്കെ പാവി എന്താ പറയുക ഉണങ്ങുമ്പോൾ എടുത്ത് വെച്ച് പിന്നെ പാവല് ചെയ്യാറ്. അപ്പം നമ്മളിപ്പോൾ വന്നിട്ടില്ല എന്നിട്ടെന്നറിയോ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എന്താ പറയുക ബീറ്റ്റൂട്ട് തൈ നടാനാന്നുള്ളത്. അപ്പോൾ അതായത് നമ്മൾ മുന്നേ നട്ടിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ പോയി. ആ ഭാഗത്ത് നട്ടുകൊടുക്കാനാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. നമ്മളുണ്ടല്ലോ ഇതാ ഈ ഒരു തടത്തിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ ബീറ്റ്റൂട്ട് തൈ ആയിരുന്നു. പക്ഷേ ഇതിൽ മഴ പെയ്തതിൽ എന്നുവെച്ചാൽ കുഞ്ഞു തൈകളാണ് ബീറ്റ്റൂട്ട് തൈയും അതേപോലെ തന്നെ നമ്മുടെ കാറ്റ് തൈ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞിതായിരിക്കും. അത് വളർത്തി കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് മഴ പെയ്തപ്പോൾ കുറേ പോയി. പക്ഷേ കുറച്ചൊക്കെ കണ്ട പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരു കുഞ്ഞു തൈയായിരുന്നു. അപ്പോൾ ഇതാ ഇപ്പം നമുക്ക് നടാനായിട്ട് ഈ പ്രാവശ്യം മേടിച്ചിട്ടുള്ള തൈ ഇതാ. ടൈസും കൂട്ടാ, നിങ്ങളുടെ ഇറങ്ങിയടാ, ഇങ്ങോട്ട് ഇറങ്ങിടാ. വയ്യോ ഇങ്ങോട്ട് വാ ടൈസ് ഇങ്ങോട്ട് വാ. ടൈസും കൂട്ടാ ഇങ്ങോട്ട് ഇറങ്ങ് ടൈസും കൂട്ടാ. കണ്ടോ, ഞാൻ അങ്ങോട്ട് നീങ്ങിക്കട്ടെ. വാ ഇങ്ങോട്ട് വാ. ആ ഇവിടെ നിൽക്ക് കേട്ടാ, ഇവിടെ നിൽക്ക്. അപ്പോൾ ഇവിടെ നിൽക്കട്ടെ ടൈസും കൂട്ടാ. നമ്മുടെ ഇതിലേക്ക് വരാതിരിക്കുമോ, പേലിക്കുട്ടി അവിടെ നിന്നാൽ മതി. കണ്ടോ, അവർ കയറുമ്പോഴാണ് ഈ പാടുകൾ ഇങ്ങനെ വരുന്നത്. കണ്ടോ, പേളിക്കുട്ടി കയറി, കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഇപ്പം നമുക്ക് നടാൻ കിട്ടിയ ഈ തൈ പോലും ഭയങ്കര ഇത്രയും വലിപ്പമുണ്ടായിരുന്നില്ല നമ്മൾ ഫസ്റ്റിൽ ഇവിടെ നട്ട തൈ ഇട്ടത്. പിന്നെ ഇത്തിരി ഭേദമുണ്ട്. അപ്പോൾ ഇത് പോയോടത്തൊക്കെ നട്ടു കൊടുക്കാണ്. ഇപ്പോൾ ഇവിടെ പോയിട്ടുണ്ട്. അപ്പം ഞാനേ എൻ്റെ കൈക്കോട്ട് എടുക്കട്ടെ. അതിന് മുന്നേ നോക്കിയേ, ഈ കാണുന്നത് എന്താണെന്നറിയോ, ഈ പച്ച കളറിൽ കാണുന്നത് ഫുള്ള് ചീരത്തൈകളാട്ടാ.
നിറച്ച് പച്ചച്ചീര തൈകളാണ് ഈ ഫുള്ള് മുളയ്ക്കുന്നത്. ഒരു കട പോലും എന്താ പറയുക പുല്ലില്ല. അപൂർവം എവിടെയെങ്കിലും ഇതാ ഈ ഒരെണ്ണം ഈ 3 എണ്ണം നീക്കി കഴിഞ്ഞ് കാണുന്നത് ഫുള്ള് ചീരത്തൈകളാണ്. കൈക്കോട്ട് എടുക്കട്ടെ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്നും അങ്ങനെ ആക്കാൻ വേണ്ടോ. നമുക്ക് ബീട്രൂട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വീഡിയോയ്ക്കും കണ്ടു കഴിഞ്ഞാൽ അറിയാം. ബീട്രൂട്ട് നമുക്ക് നന്നായിട്ട് ഉണ്ടായി കിട്ടാറുണ്ട്. സൂക്ഷിച്ചെടുക്കണേ തൈകളെ, കുഞ്ഞു തൈകളല്ലേ. അത് മാത്രമല്ല ഒരു തൈയായിട്ടല്ല കിട്ടി നോക്കണത്. നമ്മൾ പാവുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ തൈയായിട്ട് പാവാറുണ്ടായിരുന്നു, ഓരോ വിത്തിട്ടിട്ട്. ഈ വട്ടം നമ്മൾ വാങ്ങിയിരിക്കുകയാണ്. അധികം എന്താ പറയുക വലിയ വലിയ കല്ലുകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം കേട്ടോ ബീട്രൂട്ട് ക്യാരറ്റൊക്കെ നടാനായിട്ട്. ഇവിടെയും നിൽക്കുന്നുണ്ട്, പക്ഷെ എന്നാലും അതുകൊണ്ട് വെച്ച് കൊടുക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കൈ കൊണ്ട് വെറുതെ ഇങ്ങനെ നീക്കിയാൽ മതി. കാരണം അത്രയും പൊടിമണ്ണ് പോലത്തെ വേണേ ഇങ്ങനത്തെ നടുമ്പളേ. നമ്മൾ ഈ ചീരത്തൈകൾ കുറേ പറിച്ച് നടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല, വെറുതെ പൊട്ടിപ്പൊട്ടിയിരിക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ഈ ചീരത്തൈകൾ കുറച്ച് വലുതായി ആവശ്യത്തിന് നമ്മൾ നടും, ബാക്കിയുള്ളത് നമ്മൾ കളയും. ഇവരുടെ ഇടയിൽ തന്നെ നിർത്തില്ല കേട്ടോ. ഇങ്ങനെ ഈ വരിയിലൊക്കെ ഉണ്ട്, ഇവിടുത്തെ പോയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇവിടെയാണ് പോയിട്ടുള്ളൂ. ഇന്നും പക്ഷെ നല്ല മഴക്കാറുള്ളൊരു ദിവസം തന്നെയാണ് നമ്മൾ ഇന്നും കൊണ്ടുപോയി നടന്നത്. കുഴപ്പമില്ലാണ്ട് ഇരുന്നാൽ മതിയായിരുന്നു. പിന്നെ ഒന്ന് പൊന്തി കിട്ടിയാൽ മതി. ഇത് ഇത്രയ്ക്കെങ്കിലും ഒന്ന് പൊന്തി കിട്ടിയാൽ മതി. കണ്ടോ, പിന്നെ വലിയ കാര്യമായിട്ട് പേടിക്കേണ്ട വലിയ. നമ്മളേ ബീട്രൂട്ട് തൈയൊക്കെ നന്നായി നട്ട് കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് തൈയും ക്യാരറ്റ് തൈയും നടുമ്പോഴേ ശ്രദ്ധിച്ച് വെള്ളം ഒഴിക്കണം. പതുക്കെ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. വേര് പിടിച്ചവർക്ക് കുഴപ്പമില്ല, അല്ലാത്തത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. വേര് പിടിച്ചാലും കുറച്ച് നാളത്തേക്ക് ഇവർ നല്ല ഉയർന്നിങ്ങനെ നിൽക്കും. അതുവരെ നമ്മൾ പെട്ടെന്ന് മോട്ടർ ഇട്ടിട്ട് ഒന്നും നനയ്ക്കാൻ പാടില്ല. ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ നനയ്ക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഈ സെൻറ്റർ ഭാഗത്തോടെ ഇങ്ങനെ നനച്ച് വിടണം. ഇന്നിപ്പോൾ നമ്മൾ ഈ പറമ്പിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല കേട്ടോ. ഇതിന് വേണ്ടി മാത്രമാണ് നോക്കണേ. നമ്മൾ ഇനി അവിടേക്ക് പോവാം. അവിടെ ഉണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നമ്മൾ കുറച്ച് നേരത്തെയാണ് ഇവിടുന്ന് കുറച്ച് അവരവിടെ കളിച്ചപ്പോൾ ചേമ്പ് പറക്കിക്കൊണ്ട് പോയത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലം എന്ന് പറയണതേ ചേമ്പ് മഞ്ഞളൊക്കെ നിന്നിരുന്ന സ്ഥലമാണ്. അപ്പോൾ അവരിതേ അവിടെ ഇങ്ങനെ നിരപ്പാക്കിയതനുസരിച്ച് മഞ്ഞളുടെ കടയ്ക്ക് പറിച്ചതാ ഒരു ചാക്കിലിട്ടതുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, സ്മിത എൻ്റെ പറമ്പൊക്കെ എന്താ പറയുക ഭയങ്കര തണലുള്ള പറമ്പാണ്, അതായത് മരങ്ങളൊക്കെ നിൽക്കണം, അതിൻ്റെ അടിയിലൊക്കെ എന്താ നടാന്ന്. അങ്ങനത്തെ അടിയിൽ നടാൻ പറ്റിയതാണ് മഞ്ഞൾ, ഇഞ്ചി, ചേമ്പ്, ചേന ഇങ്ങനെയുള്ള കിഴങ്ങുവർഗ്ഗങ്ങളൊക്കെ നടാം കേട്ടോ. അട്ടറിൻ്റെ അടിയിലാണ് നടുക. കാരണം ഇവർക്ക് എപ്പോഴും ചവറും ആ ഒരു തണലൊക്കെയാണ് ഏറ്റവും ആവശ്യം. ചേമ്പും കുറച്ചും കൂടി അതും പറിച്ചപ്പുറത്ത് വെച്ചിട്ടുണ്ട് അവർ. ഈ ഒരു ഭാഗം അങ്ങനത്തെ സ്ഥലങ്ങളായിരുന്നു. കണ്ടോ ചേമ്പൊക്കെ കുറച്ചുകൂടെ ഇട്ടിരിക്കുക.
ഇപ്പം ഇവിടേക്ക് നോക്കിയാൽ നന്നായി ചേമ്പ് കിടന്ന് നിന്നൊരു സ്ഥലം. അപ്പോൾ ഓരോന്ന് വൃത്തിയാക്കുന്നതനുസരിച്ച് ഇങ്ങോട്ടേ ഇടാണ്. സാരില്ല, നമ്മുടെ കുറ്റിപ്പട്ടാണങ്ങൾക്ക് നല്ലൊരു സ്ഥലമായി കിട്ടുമല്ലോ. കണ്ടു, ഇവിടെ നമ്മൾ പ്ലാവിൻ്റെ അടിയിലേക്ക് തട്ടുകൊടുത്തിട്ടുള്ള ചേമ്പ കണ്ടോ. ഈ പ്ലാവുമ്മ നമ്മുടെ ചക്ക പൊട്ടി തുടങ്ങിയിട്ടാണ്. ഇത് വലിയ പ്ലാവാണ്. നമ്മുടെ ഇതുമ്മേ നിറച്ച് ചക്ക ഉണ്ടാവാറുണ്ട്. ഏറ്റവും മുകളിലായിട്ടാണ് ഇപ്പോൾ ഇത് ഇടിയൻ ചക്കയുടെ പാകത്തിലേക്ക് ഇത് ചെറുതായി ആയി തുടങ്ങിയിട്ടുണ്ട്. നന്നായി ചക്ക ഉണ്ടാവുന്ന ഒരു പ്ലാവാണ്. ഈ പ്രാവശ്യം അതേപോലെ തന്നെ ചക്ക പിടിക്കുന്നു വിചാരിക്കുന്നു. അപ്പം ഞാനേ കഴിഞ്ഞ വട്ടം പറഞ്ഞല്ലോ നമ്മുടെ കൂർക്ക നമുക്ക് കിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് കിട്ടിയെന്ന്. അപ്പം ഇന്ന് ആ തടത്തിൽ നിന്ന് തന്നെയായിട്ട് ഞാൻ ഇന്നും കൂർക്കതേ പറക്കുകയാണ്. അപ്പം നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ കൂർക്ക അറിയാലോ, നമ്മുടെ തടത്തിൽ നട്ടേമെന്നല്ല, അതിൻ്റെ വള്ളികൾ ഇങ്ങനെ പടർന്ന് പോയിട്ടുള്ളേമെന്നാണ് നമ്മൾ കൂർക്ക ഇപ്പം പറക്കിയെടുക്കുന്നത്. കണ്ടത് ഇങ്ങനെ വലിച്ചിട്ടു. എന്നിട്ട് എന്താ അത് വലിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇത് നമുക്കിങ്ങനെ പറക്കിയെടുത്താൽ മതി. ഇങ്ങനെ വള്ളികളിൽ വെക്കി ഉണ്ടാവും. കണ്ട ഇതേ കാണുന്നതൊക്കെ കൂർക്കമണിയാണ്. അപ്പം അത് മണ്ണിൽ നിന്ന് ഇങ്ങനെ പറക്കി എടുത്താൽ മതി. അപ്പം ഞാൻ കുറച്ച് പറക്കിയിട്ടു. അതിൻ്റെ ഇടയിൽ പിന്നെ അവിടെ അണ്ണന്മാർ പണിക്ക് വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയി. ഇങ്ങനത്തെ ഇത്ര കൂടി പറക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൂട്ടാനുള്ളതായി. നോക്കിയേ, ചില മണികൾ കണ്ട നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വലിക്കാൻ നിൽക്കുകയാണെങ്കിൽ മണികളൊക്കെ വലുതാവൂട്ടാ. അതൊക്കെ നീക്കുമ്പോൾ നോക്കിയണ്ട. അപ്പൊ നോക്കിയാ അത്യാവശ്യം നല്ല മണികളാണ്ട. നമ്മുടെ ഉള്ളിക്ക് വളം ഇടാറായിട്ടുണ്ട് കേട്ടാ. അപ്പതാ നമ്മളിപ്പോൾ വളം ഇടാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളിതിൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, പിന്നെ ചാണപ്പൊടി, ഈ 4 എണ്ണമാണ് നമ്മളിതിൽ മിക്സ് ചെയ്തിട്ടുള്ളത്. എല്ലാം അത് നമ്മൾ എങ്ങനെയാണെങ്കിൽ ഓരളവിലാണ് എല്ലാതും എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ വളം ഇട്ട് കൊടുക്കുമ്പോഴേ നമ്മുടെ ഉള്ളിയുടെ ഇടയിൽ കുറേ പുല്ല്, കളപ്പുല്ലും അതേപോലെ ഇവിടെ കളപ്പുല്ലിനേക്കാളും കൂടുതൽ ചീരത്തൈകളുമായിട്ട് മുളച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ചീരത്തൈകളൊക്കെ നമ്മൾ പറിച്ച് നട്ടു. ഇനി ബാക്കിയുള്ള ചീരത്തൈകളൊക്കെ നമ്മളിതാ പറിച്ച് കളയാണ്. കാരണം കളപ്പുല്ല് തിന്നിട്ട് നമ്മൾ വളമിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലേ നമ്മുടെ ഉള്ളിക്ക് ഒരു ഗുണവുമില്ല. വളരുന്നത് മുഴുവൻ കളപ്പുല്ലായിരിക്കും. അപ്പോൾ ആ കളപ്പുല്ല് തീരെ പാടില്ല കേട്ടോ. ഇപ്പം അത് വലിച്ച് കഴിയുമ്പോൾ നോക്കിയോളൂ, നല്ല ഭംഗി തോന്നും കടയുടെ ചുറ്റും കാണാനായിട്ട് തന്നെ. പിന്നെ നമുക്ക് ഉള്ളിക്കൊരു കുഴപ്പം കൂടി ഉണ്ടായിരുന്നിട്ടെന്നറിയും. മഴ പെയ്തപ്പോൾ കണ്ടോ കുറച്ച് ഉള്ളികൾ നോക്കിയേ ഇതേപോലെ വീണ് പോയി. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവരുടെ പുതിയ കൂമ്പൊക്കെ ഇനി വന്നു തുടങ്ങിയോളൂ. ഇങ്ങനെ കുറച്ചൊരു ഭാഗം ഇപ്പോഴും അതെ, ചില ദിവസങ്ങളിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. ഉള്ളിക്ക് മഴ തീരെ നല്ലതല്ല കേട്ടോ. പിന്നെ നമ്മളോട് പലരും ചോദിച്ച ഒരു കാര്യമാണ് ഉള്ളിക്ക് എങ്ങനെ നനയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഉള്ളിക്ക് എന്നും നന വേണം. പക്ഷെ പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളം കെട്ടി നിൽക്കാനേ പാടില്ല, എന്നും നനയും വേണം.
അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ നല്ല വെയിൽ വേണം ഉള്ളിക്ക്. നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമാണ് ഉള്ളി നമുക്ക് വിചാരിച്ച പോലെയൊക്കെ ഉണ്ടാക്കി കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇതിൽ പുല്ല് വലിക്കുമ്പോഴില്ലേ ഏറ്റവും സങ്കടം എന്നിട്ടാ പറയും, പുല്ല് വലിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സങ്കടമല്ല, അതായത് ഇതിൽ ചീരത്തൈകൾ മുളയ്ക്കുന്നുണ്ട്. അതിൽ പച്ച ചീരത്തൈകളും പറിച്ച് കളയുമ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നില്ല. പക്ഷെ ചുവപ്പ് ചീരത്തൈകൾ കളയുമ്പോഴേ ഭയങ്കര ഒരു വിഷമം. കാരണം നമ്മൾ ആവശ്യത്തിന് നട്ടിട്ടുണ്ട്, എന്നാലും കളയുമ്പോൾ എവിടേക്കും ഒരു വിഷമം തോന്നുക. എന്തോരം തൈകളാന്ന് പറയും മുളയ്ക്കുന്നതേ. അന്ന് ഇതിൻ്റെ ഇടയിൽ നിർത്തിയാലോ ഉള്ളി നന്നാവൂല്ല. കാരണം ചീര നല്ല വളർച്ച വരുമല്ലോ ചീരയ്ക്ക്. പ്രത്യേകിച്ചും ഉള്ളിക്ക് നമ്മൾ ഇട്ട് കൊടുക്കണ ഈ വളം കൂടിയും ചീര തൈക്ക് കിട്ടി കഴിഞ്ഞാൽ നോക്കണ്ട അത്രയും വളർച്ച വരിക. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് നടുമ്പോൾ നല്ല അധികം കല്ലൊന്നും പാടില്ല കേട്ടോ. മാക്സിമം മണ്ണ് നല്ല പൊടിമണ്ണിൽ വേണം നടാനായിട്ട്. അപ്പോഴൊക്കെയാണ് ഉള്ളി നന്നാവുക, ഉണ്ടായി കിട്ടുള്ളൂ നമുക്ക്. ഞാൻ വരുന്ന സമയത്ത് വലിയ വെയിലുണ്ടായിരുന്നില്ല. ഇപ്പം നോക്കിയേ എന്തൊരു വെയിൽ ഉദിച്ചേ. നമ്മുടെ മയിൽപ്പീലി ചീര മുളയ്ക്കണണ്ട അതവിടെ നിർത്തണം കേട്ടോ ഞാൻ. കാരണം അത് പറിച്ച് നടണം, അത് കളയണില്ല. നമ്മളിവിടെ 2 തടം ഉള്ളിയാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ പുല്ലൊക്കെ വലിച്ചു കഴിഞ്ഞു. നോക്കിയേ എത്ര പുല്ല് കിട്ടി. ഇത് നമ്മൾ വലിക്കാണ്ടല്ലാട്ട് ഇങ്ങനെ പുല്ല് ഉണ്ടാവണത്. ഇതിപ്പോൾ വലിച്ചാലും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നാലെ ഇപ്പം നമ്മളിത് വലിച്ചു വളം ഇട്ടു. നോക്കിയൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുല്ലിൻ്റെ വരവ് എന്ത് ഭംഗി. നമ്മുടെ ചെണ്ടുമല്ലി നിൽക്കുന്നതാണ്. ആദ്യം ഹൈറ്റ് പോകാണ്ടേ, അതാണ് ഹൈറ്റ് പോയെങ്കിൽ ഭംഗി കിട്ടില്ല. ഹൈറ്റ് കുറവിലല്ല നിൽക്കണേ, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഉള്ളിക്ക് വളം ഇടുന്നത് നമ്മുടെ സ്ഥിര വീഡിയോ കാണുന്നവർക്ക് അറിയാം. നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഉള്ളി നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഉള്ളി നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. എന്താ പറയുക, വായിൽ വരുന്നില്ല വാക്കുകൾ, ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളം ഇടുന്നതും കുറേ പേര് കണ്ടിട്ടുണ്ടാവും. പുതിയതായിട്ട് കാണുന്നവർക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഉള്ളി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളിയുടെ കടക്കിൽ മണ്ണിടില്ലേ, കണ്ടോ? നമ്മുടെ ഉള്ളി ഇങ്ങനെ പുറത്ത് നിൽക്കണം. ഇപ്പം ഇതിൻ്റെയൊക്കെ കണ്ട നമ്മൾ നട്ടുകൊടുത്ത ഉള്ളി പുറത്ത് നിൽക്കണം. ഉണ്ടായി വരുമ്പോൾ നമുക്ക് ഉള്ളി പുറത്ത് നിൽക്കുന്നത് കാണണം. മണ്ണ് മുകളിലേക്ക് ഇട്ടുപോയി കഴിഞ്ഞാൽ ഉള്ളി കുഞ്ഞുള്ളിയാവും. അപ്പോൾ ഇതേപോലെ തന്നെ മതി. പക്ഷെ അപ്പോൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. ഉണ്ടോ, ഇങ്ങനെ കോരാനേ പാടുള്ളൂ ഈ ഒരളവിൽ. അപ്പോൾ ഇവിടെ 4 സൈഡ് അങ്ങനെ. എനിക്കിത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ ഈ ഉള്ളിക്കൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഇങ്ങനെ വെറുതെ ഇങ്ങനെ കോരിയാൽ മതി. അങ്ങനത്തെ ഒരു കുറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുറ്റിയാണെങ്കിൽ ഇന്ന് അന്വേഷിച്ചിട്ട് കാണാനും ഇല്ല. അത് സാധാരണ ഞാൻ എന്ത് സാധനം എടുത്താലും അതാ സ്ഥലത്ത് വെക്കാറുണ്ട്. ഇപ്പോൾ ഇത് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, കാണാനല്ലേ അന്വേഷിച്ചിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കും, കണ്ടോ, കട തൊടാതെ ഇങ്ങനെ മണ്ണ് നീക്കും. എന്നിട്ട് ഇതിൻ്റെ ഈ നീക്കേൻ്റെ ഇടയിലായിട്ടതേ കണ്ടോ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുക. നമുക്കറിയാം ഇത് നിൽക്കുന്നതൊക്കെ ഉള്ളിയുടെ വേരാണ്. അപ്പോൾ ഇത്ര അകലെ ഇട്ട് കൊടുത്താൽ മതി. കുറേ വളമൊന്നും ഇടണ്ട കേട്ടോ ഉള്ളിക്ക്, കുറച്ച് വളം മതി. നമ്മളിരിക്കും കുറേ വളം ഇട്ടാൽ കുറേ ഉണ്ടാകുന്നു, ഒരിക്കലും ഇല്ല. എന്നിട്ട് ഇതെങ്ങനെ മണ്ണ് തട്ടി കൊടുക്കുക. ഇങ്ങനെയാണ് ഉള്ളിക്ക് വളം ഇടുന്നത്. കണ്ട നമ്മൾ മണ്ണ് തട്ടി കൊടുക്കുമ്പോൾ നോക്കിയേ കാണാനേ ഇല്ല ഇട്ട വളം. അപ്പോൾ നമ്മൾ നനയ്ക്കില്ല, ദിവസം നനവേണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ തന്നെ അവർക്ക് ആവശ്യമുള്ള വളം ഉള്ളിലേക്ക് എത്തും. അപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് ഉള്ളി നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു വട്ടം ഇങ്ങനെ കാട്ടിയതാണ്. ഇനി ഞാൻ ആദ്യം ഇങ്ങനെ എല്ലാം ചാല് കോരിപ്പോവും.
എന്നിട്ട് ലാസ്റ്റ് ഇടുള്ളൂ. അപ്പോൾ വേഗം വേഗം നമുക്ക് സുഖമാണേ. ഇവിടേക്ക് ആകുമ്പോൾ നമുക്ക് ഇപ്പം ഈ ഒരു വരിയിൽ എന്ന് പറഞ്ഞാൽ 2 ഉള്ളിക്കും ഒരേപോലെ വളം കിട്ടും. ആ രീതിയിൽ ഇങ്ങനെ മാന്തിയാൽ മതി. കാണുമ്പോൾ തോന്നുന്നു അയ്യോ കുറേ പണിയുണ്ടെന്ന്. ഒരു പണിയില്ല കേട്ടാ. ഏറ്റവും എളുപ്പമുള്ളൊരു പണിയാണ് ഉള്ളി നട്ടുണ്ടാക്കുക എന്ന് പറയുന്നത്. നന്നായി നമുക്ക് ഉണ്ടാവണ കാരണം ആളാവട്ടെ. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എനിക്ക് നല്ല എളുപ്പമുള്ളൊരു പണിയായിട്ട് തോന്നിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ വരണ്ടി പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് എളുപ്പമാണ്. ഇനി അത് വേഗം വേഗം വളട്ട് പോവാ വേണ്ട. ഇതാ കൈ കൊണ്ട് തട്ടുകൊടക്കെത്താൻ മതി. നമ്മുടെ ഈ മണ്ണിടുമ്പോൾ ഈ ഉള്ളിൻ്റെ കട മൂടി പോകണ്ട നോക്കിക്കോളൂ കേട്ടാ. അത് ശ്രദ്ധിച്ചോളൂ. ഞാനത് മൂടി പോയി കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഉള്ളി ചെറുതായി പോവും. അതെപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് തന്നെ നിൽക്കണം. അപ്പോൾ ഉള്ളിക്ക് വാടൽ കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ ഉള്ളിയുടെ ഈ തണ്ടുണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് അരിഞ്ഞെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അവർക്ക് പുതിയ ഇലകൾ വന്നോളും. അതായത് ആദ്യം വന്ന ഇലകൾ മാത്രം നമുക്ക് അരിഞ്ഞെടുത്തിട്ട് എന്താ പറയുക ചമ്മന്തിയിലേക്കോ അതിപ്പോൾ ചിക്കൻ കറി വയ്ക്കുമ്പോഴൊക്കെ ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ടാ. ഉള്ളിയുടെയൊക്കെ ഒരു പ്രത്യേക മണമൊക്കെ വരും. അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാട്ടാ. അപ്പം ഇന്ന് നമ്മുടെ ഈ പറമ്പിലത്തെ മെയിൻ പണി എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഈ ഉള്ളിക്ക് വളർത്തി കൊടുക്കില്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ ചൈനീസ് ക്യാബേജ് ആട്ടാ. നമ്മുടെ ഉള്ളിക്ക് നമ്മൾ നനച്ചു കൊടുക്കണം കേട്ടാ. ഞാനത് കാണിച്ചില്ല. അതായത് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ 4 സൈഡ് ഇങ്ങനെ മാന്തുമ്പോൾ അവർക്ക് കടയ്ക്കൊക്കെ ഒരു ഇളക്കം വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വളം ഇട്ട് കഴിഞ്ഞ് മണ്ണ് മൂടി അപ്പം തന്നെ നനച്ചു കൊടുത്തോളൂ കേട്ടാ. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ കൂടെ ഇണിഞ്ഞ് കുറച്ച് നേരം ഇരിക്കുക. പക്ഷെ കുട്ടിപ്പട്ടാളങ്ങളുടെ കളിക്കുന്ന സാധനങ്ങളാട്ടാ. കളിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര പല്ലരിപ്പാണ് ഇപ്പോഴും. അപ്പോൾ അവർക്ക് നാളികേരം ഇങ്ങനെ വലിച്ചിരിക്കും. എന്നിട്ട് കണ്ടോ നോക്കിയേ എന്തൊക്കെയാ അവരെ പണിയായിട്ട് ഇതേപോലെ ആക്കിയെടുക്കണത്. നമ്മൾ എടുക്കുമ്പോഴേക്കും ഇതിൻ്റെ അവകാശികൾ വരുന്നുണ്ട്. ഇനി അങ്ങനെ കുറച്ച് നേരം അവരെടുത്തൊന്നിരിക്കും. അപ്പോൾ എന്താ പറയുക, എന്നിട്ടാണ് കുളിക്കാൻ പോവുള്ളൂ. അവർക്കൊരു ബിസ്ക്കറ്റൊക്കെ കൊടുക്കും. ആ സമയത്ത് വാ ഇതാരൊക്കെ എടുക്കണേ എനിക്ക് വയ്യ പോൾട്ടേ എൻ്റെ ബോൾട്ട് മകൻ എടുക്കണം നോക്കട്ടെ. അവനോട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. തരാം എല്ലാവർക്കും തരാം. നമ്മുടെ ബോൾട്ട് മകൻ എടുക്കണോക്കെ ബോൾട്ട് വിട്ടാ ബോൾട്ടിന് കൊടുക്കട്ടെ. അവനെന്താ എത്ര പണിങ്ങി എടുക്കണേ ഇന്നെന്താ. വാ ഞാൻ വാ എല്ലാവരും വായോ കണ്ടോ അവൻ കെടുക്കണ നോക്കിയേ. നമ്മുടെ കുട്ടിപ്പട്ടാൾക്ക് നമ്മൾ ചെയ്യിട്ട് കൊടുത്തില്ലേ ചെയ്യാൻ അവർ മറ്റേ ലോക്കറ്റ് കടിക്കണ്. അപ്പോൾ കുറച്ചും കൂടി നീളം കുറയ്ക്കണം. അപ്പോൾ 2 പേരൊക്കെ പെട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എടുത്തു ഞാൻ നീളം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞേ ഇത്രേ തിന്നാൻ പാടുള്ളൂ. ഞാൻ പാപ്പ് തരും. ഭയങ്കര ഇഷ്ടം ബിസ്ക്കറ്റ്. പക്ഷെ ഇവർക്ക് അങ്ങനെ ബിസ്ക്കറ്റ് അധികം കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ഒരാളെ കൊടുക്കുള്ളൂ നമ്മൾ. പിന്നേക്ക് ഇവരുടെ സാധാരണ ചോറും മത്തങ്ങയും തൈരൊക്കെ കൂട്ടിയിട്ടുള്ള കൊടുക്കലാണ് അല്ലേ. പിന്നെ ചിക്കൻ കാലൊക്കെ. കുട്ടുപട്ടാളങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നിട്ടാന്ന് പറയുക ഇതാ ഈ കിടക്കുന്ന നാളികേരങ്ങൾ. ഇത് അവർക്ക് പല്ലരിച്ചിട്ട് എപ്പോഴും എന്തെങ്കിലും കടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നെടുത്ത് ഇങ്ങനെ കടിച്ച് ചീന്തിരിക്കും. അങ്ങനെ ചീന്തിട്ട് കണ്ടോ ശരിക്കും നാളികേരം ഇങ്ങനെ നാളികേരൊക്കെ കണ്ടു തുടങ്ങിയില്ലേ.
ഇപ്പോൾ നാളികേരം, അടയ്ക്ക, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ സാധനങ്ങൾ. അടയ്ക്ക പൊളിക്കുന്നുണ്ടാ കാട്ടിയായിട്ട് അടയ്ക്ക പൊളിച്ചിട്ട് നോക്കിയേ. ഇതേ ശരിക്കും ഇങ്ങനെ പൊളിച്ചിടും. ദേ കണ്ടാ, ദേ അയ്യോ കണ്ടോ, അതെ ഇതേപോലെ പൊളിച്ചിടും. ഇതാ പൊളിച്ചോട്ടാ, എന്തെങ്കിലും കടിച്ചുകൊണ്ടിരിക്കണം. ഇത് മെസ്സി കൂട്ടുന്നു. കല്യാണി 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 കുട്ടി കേട്ടോ, ശരിക്കും ശരിക്കും ചിരിക്കോള്. കല്യാണി കല്യാണി മാത്രമല്ല കേട്ടോ, എല്ലാവരും ചിരിക്കും. പക്ഷെ കല്യാണിക്ക് ഇത്തിരി ഒരു പ്രത്യേകതയുണ്ട്. കല്യാണി കുട്ടി അണ്ടി സുന്ദരിമണിയല്ലേ, സുന്ദരിമണിയല്ലേ, ആങ്ങളമാരുടെ സുന്ദരി മോളാണ് നമ്മുടെ ഈ ചെക്കന്മാരില്ലേ. ഇവളൊന്നും ചെയ്യില്ല കേട്ടോ. ഇവൾക്ക് അത്യാവശ്യം സാമർത്ഥ്യമൊക്കെ ഉണ്ട്. ഇവരെ കൂടെ ഇങ്ങനെ ഗുസ്തി മറിഞ്ഞ് ഇവരൊക്കെ ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇങ്ങനെ ഇടും ഇവള്. പക്ഷെ എന്നാലും കൂടിയിട്ട് ഇവരാരും ഇവളൊന്നും ചെയ്യില്ല. ഒരു പ്രത്യേകത അത് നമുക്കത് മനസ്സിലാവില്ല. ഞാൻ പലപ്പോഴും അത് പിടിക്കാതെ വീഡിയോ, പക്ഷെ അതൊന്നും അങ്ങനെ കിട്ടുന്നതല്ല. നമ്മുടെ കയ്യിൽ എപ്പോഴും മൊബൈൽ ഉണ്ടാവില്ലല്ലോ. നമ്മളിങ്ങനെ പെട്ടെന്ന് വന്നിരിക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു കളി ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പം ഞാൻ നമ്മുടെ കുട്ടിപ്പാട്ടാളങ്ങളുടെ വിശേഷങ്ങൾ ഇട്ടാതെ എല്ലാവരും ഇപ്പം ഞാനവിടെ ഇരുന്നില്ല. ആ ഇരുന്ന കാരണം ഇപ്പം എല്ലാവരുടെയൊക്കെ ഉറങ്ങാൻ തയ്യാറാണ്. ഞാനവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങും. പക്ഷെ ഞാനവിടെ ഇരിക്കുന്നില്ല. നമുക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ കുട്ടികളോട് കിടന്ന് ഉറങ്ങി നോക്കോട്ടെ, നല്ല മക്കളായിട്ട്. കൂർക്ക നമ്മളിതാ വേവിക്കാൻ ഇട്ടു കേട്ടോ. ഇനിയിപ്പോൾ ഇതിട്ടാണെങ്കിൽ നമ്മുടെ ചേമ്പ് ഇതാ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഭയങ്കര എളുപ്പത്തിൽ പെട്ടെന്ന് വെക്കാൻ പറ്റാവുന്ന ഒരു ചേമ്പ് പുളിക്കറിയായിട്ട് നമ്മൾ വെക്കുന്നത് നമ്മുടെ അമ്മമാരുടെയൊക്കെ എന്താ പറയുക, ഇവിടുത്തെ അമ്മയുടെയും വീട്ടിലെ എൻ്റെ അമ്മയുടെയൊക്കെ ആയാലും ഒരു ഫേവറേറ്റ് കറിയാണിത്. നല്ല രസമാണ് കഴിക്കാൻ. അധികം കൂട്ടുകളും ഒന്നും വേണ്ട, ചെറിയൊരു രീതിയിൽ വെക്കാൻ പറ്റുന്ന, പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു ചേമ്പ് കറി. നമ്മളിതൊക്കെ അരികി കൊണ്ടുവന്ന ചേമ്പിലെ കഷ്ണങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ചേമ്പിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കൂടുതലെല്ലാം മണികൾ നന്നാക്കി എടുത്തു. പിന്നെ ഈ സമയത്ത് ചിലപ്പോൾ ചേമ്പിന് ചെറുതായിട്ടൊരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി. അപ്പോൾ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നോക്കി അതിലേക്ക് ഇത്തിരിയോളം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ എരിവൊക്കെ അനുസരിച്ച് ഇതാ കുറച്ച് മുളക് ഇട്ടിട്ടാ. അപ്പം നമ്മുടെ വീട്ടിൽ ഇത് മുളകായ കാരണം നല്ല എരിവുണ്ട്. അത് കാരണമാണ് ഞാൻ ഇത്രയും മുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ചേമ്പ്, കൊള്ളി ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളിലൊക്കെ കൂടുതൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക എരിവ് പിടിക്കുമല്ലോ. അപ്പോൾ അത് കാരണം കുറച്ച് മുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതേപോലെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്. പിന്നെ നമുക്കിതാ ചേമ്പിൻ്റെ ഒപ്പത്തിന് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു അളവിന് നമ്മൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഇനി നമുക്ക് ചേമ്പൊക്കെ വെന്ത് വരുമ്പോഴേ ഇതിൽ കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിക്കേണ്ടതാണ്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമുക്കത് തുറന്ന് നോക്കാം. എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ, നമ്മുടെ ചേമ്പ് ഇതാ വെന്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പകുതിയേക്കാളും കൂടുതലായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കുണ്ടല്ലോ ഇത്തിരിയോളം പുളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഈ പുളി നന്നായിട്ട് പിഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ പുളി വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ കറി. പക്ഷെ നല്ല രസമാണ് ഈ പുളിവെള്ളം ഒഴിച്ചിട്ട് ചോറിനാനായിട്ട്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ നന്നായി തിളച്ച് നമ്മുടെ ഈ ചേമ്പ് വെന്ത് വരുന്നതോടുകൂടി ഒരു ചെറിയൊരു കട്ടി പോലെയൊക്കെ വരും ഈ ഒരു ചാറിന്. പിന്നെ നമ്മൾ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമല്ല ഇട്ട് വെക്കണേ. അപ്പോൾ തിളച്ച് പുറത്ത് പോകാണ്ട് നോക്കിയോളൂ. എൻ്റെ തള വന്ന കാരണം കേട്ടോ ഇതിൻ്റെ അരിവശത്തൊക്കെ ഇങ്ങനെ മുളക് ഇങ്ങനെ പിടിച്ചത്. ഞാൻ പെട്ടെന്ന് ഇവിടെ നീങ്ങി പോകേണ്ട വന്നു. അപ്പോൾ അത് തിളച്ച് പോയിട്ട് നോക്കിയോളൂ കേട്ടോ. നന്നായിട്ട് തിളക്കട്ടെ. നമുക്ക് നോക്കിയേ മൂടിയും തുറന്ന് നോക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മുടെ ചേമ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചാറിന് ഇത്തിരി കൂടി കട്ടി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ നമുക്ക് കുറച്ച് ചേമ്പ് ഇങ്ങനെ കയ്യിലോട് ഇങ്ങനെ അമർത്തി കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഉടയും. ചാറിലേക്ക് തന്നെ ഒരു കൊഴുപ്പ് വരും. എല്ലാതും വേണ്ട, കുറച്ച് കഷ്ണങ്ങൾ മാത്രം അങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. കണ്ടോ, ഒരു ചെറിയ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇനി ഇരുന്നിരുന്ന് ചെറിയ ഒരു കട്ടും കൂടി ആവും കേട്ടോ. ഈ ഒരു അളവിൽ നമുക്ക്
ഇറക്കാം. ഓക്കെ, താളിക്കാൻ വേണ്ടി ഇതാ ചീനിച്ചട്ടിക്കുന്ന ചേർന്ന് ചൂടാവട്ടെ. കണ്ടോ, ഇത്തിരി നേരം ഇരിക്കുമ്പോഴേക്കും കണ്ടോ ചാറിന് നല്ലൊരു കൊഴുപ്പ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഈ ചേമ്പ് കറി മോരൊഴിച്ച് വയ്ക്കാം, പിന്നെ നാളികേരമൊക്കെ അരച്ച് അങ്ങനെയൊക്കെ വയ്ക്കാം കേട്ടോ. പക്ഷെ ഇതും വേറൊരു ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുമ്പോൾ. വെളിച്ചെണ്ണ ഇരിക്കുന്ന ചൂട് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് നമ്മുടെ കടുക് ഇട്ടാ. കടുക് കുഞ്ഞ ഡിസ്പ്ലേ കണ്ടിട്ട് 3 പ്രാവശ്യം ഇട്ടത്. പിന്നെ അതിലേക്ക് നമ്മളിതാ ഇത്തിരിയോളം ഉലുവ, 2 വറ്റമുളക് നടുമുറിച്ചത് ഇട്ടുകൊടുക്കുക, കറിവേപ്പില, കൂർക്കും കൂടി ഇതിലാക്കി എടുക്കണേ. അപ്പൊ ആ ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഉള്ളി മുളകൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മുടെ കൂർക്ക് വേവിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മെഴുക്ക് പുറ്റുകളൊക്കെ പിന്നെ സാധാരണ ഉണ്ടാക്കണ പോലെ തന്നെ വെറുതെ ഉള്ളി മുളകോ നമ്മുടെ വെളുത്തുള്ളി വേപ്പിലൊക്കെ കൂടി ചതച്ച് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടിട്ട് ആക്കണം കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ കൂർക്ക മെഴുക്ക് പുറ്റി റെഡി ആയിട്ടാ. നമ്മുടെ ചേമ്പ് കറി നോക്കിയേ, ഇരിക്കുന്നതോറും കണ്ട, ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കട്ടിയെ വരുന്നു കണ്ട. അപ്പം ഞാൻ ഇന്ന് വെച്ച് നമ്മുടെ ചേമ്പ് പുളിക്കറി ഇല്ല വെക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് കേട്ടോ. പറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കറിയാവുകയും ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞു ചേമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോരൊഴിച്ച് വയ്ക്കാം, അതേപോലെ നാളികേരമൊക്കെ അരച്ച് കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ച് അങ്ങനെയൊക്കെ പലപ്പോഴും വയ്ക്കാം. ഈ സമയത്ത് ചേമ്പ് കറി വയ്ക്കുമ്പോൾ ചൊറിയാൻ സാധ്യതയുണ്ട്. കാരണം നല്ല കാറ്റുകാലൊക്കെ ആയി ചേമ്പൊക്കെ പറിച്ചിട്ട് അതിൽ അങ്ങനെ പറയും, കാറ്റുകാല ടൈമിലാണ് ചേമ്പൊക്കെ വയ്ക്കാൻ നല്ലത്, ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഈ സമയത്ത് അങ്ങനെ ചൊറിച്ചിലുണ്ടാവാൻ സാധ്യതയുള്ള കാരണമാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ട് വെച്ചത്. അപ്പോൾ പിന്നെ ചൊറിയൊന്നുമില്ല. ഇന്നത്തെ നമ്മുടെ കറികളില്ലേ പഴയ കാലഘട്ടത്തിൽ പോയി ചേമ്പ് കറിയൊക്കെ അത്ര രസമായിട്ടുള്ള കറിയും നല്ല ഓർമ്മകളാണ് ഇതൊക്കെ. ഉലുവയ്ക്ക് പൊട്ടിച്ചിടുമ്പോഴേ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാ, മണോ അല്ലേ? അതൊക്കെ നമ്മൾ ഓർക്കും. സൂപ്പർ. ഇതൊക്കെ കഴിക്കുമ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞോണം തന്നെ പഴയ കാലഘട്ടത്തിലേക്ക് തന്നെ പോകും. അമ്മയ്ക്ക് വയ്ക്കുന്ന കാലഘട്ടത്തിലേക്ക് പോയി. ഇപ്പോഴുള്ള പിള്ളേരൊന്നും കഴിക്കണ്ടാവില്ല ഇത്. പുളിക്കറി, ഇതൊക്കെ പുളിക്കറി ചോദിക്കും. പക്ഷെ രസമാണ്, നല്ല രസമാണ്. ഞാനേ നമ്മുടെ മഞ്ഞളൊക്കെ ഇതാ കഴുകിയെടുത്തു. ഇത്രയും നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ നമ്മൾ ഇവിടെ തന്നെ പറിച്ച് ഉണക്കാറാണ് പതിവ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾക്ക് അറിയാലോ, അവിടെ പണിക്ക് വേണ്ടി വന്നപ്പോൾ ഒരു 2-3 കട പറിച്ചിട്ടതാട്ടത്. അപ്പോൾ പറിക്കാൻ കുറേ ഉണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ എല്ലാം കൂടി പറിക്കാന്ന് വെച്ചിത് കിട്ടിയപ്പോൾ പിന്നെ തോന്നി മഴ തീരെ നമുക്ക് സഹായില്ല. അതായത് എപ്പോൾ ആണെങ്കിലും മഴ പെയ്യും. അപ്പോൾ ഇത് ശരിക്കും ആണെങ്കിൽ എനിക്ക് നാശമായി പോവും. അപ്പം ഞാൻ വേറെ പറിച്ചൊന്നുമില്ല, ആ കിട്ടിയത് തന്നെ നന്നായി കഴുകിയെടുത്ത് നമ്മൾ പുഴുങ്ങണില്ല കേട്ടോ ഞാൻ മഞ്ഞൾ. അതും പറയാണ്, നമ്മളെ ആദ്യം ഞാൻ പുഴുങ്ങിയിട്ടൊക്കെയാണ് മഞ്ഞൾ ഉണക്കാറ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചേച്ചി വന്നപ്പോൾ പറയാണ് എന്തിനാണ് പുഴുങ്ങണേന്ന്. പുഴുങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ നല്ല ഗുണങ്ങളും നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ പച്ച തന്നെ നല്ല കനം കുറവിൽ അരിഞ്ഞിങ്ങനെ ഇട്ടിട്ട് ഉണക്കിയെടുക്കാൻ പറഞ്ഞതിനോട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണേ. കഴിഞ്ഞ വർഷം വരെ ഞാൻ പുഴുങ്ങിയിട്ടാണ് മഞ്ഞൾ ഉണക്കിയിരുന്നത് കേട്ടാ. പിന്നെ മഞ്ഞളുമ്പോൾ നമ്മൾ പണിയുമ്പോഴേ കൈമ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടാ. കാരണം എന്താണെന്ന് അറിയുമോ, ആ മഞ്ഞ കളർ അല്ലെങ്കിൽ കൈമ വന്നിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം പിടിക്കും പോയി കിട്ടാനായിട്ട്. കാരണം ഇത് കുറച്ചല്ലല്ലോ, കുറച്ച് കൂടുതലില്ലേ. അപ്പോൾ അത് കാരണമായിട്ട് ഞാൻ ഗ്ലൗസ് ഇട്ടോണേ. മാക്സിമം കനം കുറവിൽ തന്നെ ഞാൻ അരിഞ്ഞിട്ടുണ്ട്, വേഗം ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നോക്കിയേ, ഒരുവിധം നമ്മുടെ മഞ്ഞളെത്തിയോ. അതിൻ്റെ ഇടയിൽ നോക്കി പേളിക്കുട്ടി വന്ന് പോയിട്ടാ. അതിൻ്റെ ഇടയിൽ ഞാനിവിടെ എന്തിട്ടാണോ ഇരുന്ന് ചെയ്യണമെന്ന് വെച്ചിട്ട് വെറുതെ ഒരു കാര്യം ശിവു, അത്രേ ഉള്ള ആള്.
പറമ്പിലേക്ക് പോകുമ്പോഴാണ് ആൾക്ക് ഏറ്റവും ഇഷ്ടം. ഇവിടേക്ക് ആള് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഏതെങ്കിലും ഒരു വീടിൻ്റെ വണ്ടിയിലൊക്കെ അടിയിലായിട്ട് ആൾ കിടന്നുറങ്ങിയോളൂ. പറമ്പിൽ പോകുമ്പോൾ ആൾക്ക് മുന്നെത്തണം. അപ്പോൾ നോക്കിയേ നമ്മുടെ മഞ്ഞൾ ഇപ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഉണങ്ങിയൊരു ഭാഗം കുറച്ചുണ്ടാവുള്ളൂ. നല്ല വെയിൽ നല്ല വെയിൽ വേനൽക്കാലൊക്കെ വരുമ്പോൾ വേണം നമ്മൾ ബാക്കി എല്ലാ മഞ്ഞളും കൂടെ ഒരുമിച്ച് പറിച്ച് എന്താ പറയുക ഇതേപോലെ ഉണക്കിയെടുക്കാനായിട്ട്. നല്ല വെയിലെടുത്ത് കൊണ്ടേക്കിട്ടെ വേറൊരു ചാക്കും കൂടി എടുത്തിട്ടേ, നല്ല പ്ലാസ്റ്റിക് ചാക്ക് എടുത്ത് നല്ല കനം കുറവിൽ പരത്തിടാം. പിന്നെ നമ്മുടെ വീട്ടിലത്തെ പണികൾ എന്ന് പറയണത് നോക്കിയേ കണ്ടോ, നമുക്കിങ്ങനെ ഇരിക്കാട്ടാ. കാരണം നമ്മളിവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കുട്ടിപ്പട്ടകളൊപ്പം നമ്മുടെ കൂടെ ഇരിക്കും. കാരണം നമ്മൾ അവിടെ ബാക്കിലൊക്കെ ഇരിക്കുമ്പോൾ അവർ നമ്മുടെ അടുത്തിരിക്കാനുള്ള ഗുസ്തിയാണ്. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാവർക്കും കയറി ഇരിക്കാം. ആ രീതിയിൽ നല്ല രീതിയിലൊക്കെയാണ് നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ പണിതിട്ടുള്ളത്. പണി കഴിഞ്ഞിട്ടില്ല ഏട്ടാ, പണി നന്നായിട്ടുണ്ട്. പെട്ടെന്നൊന്നും കഴിയില്ല പണി, അത്രയും പണി വരുന്നുണ്ട് ഇവിടെ. പിന്നെ അതേപോലെ തന്നെ നോക്കിയേ, ഇവിടെ ആയാലും ഇരിക്കുകയൊക്കെ ചെയ്യാം. അവർക്ക് ഒരു സൗകര്യക്കുറവും തോന്നരുത്, ആ രീതിയിലാണ് നമ്മൾ പണിയുന്നത് കേട്ടാ. ഇതായാലും ഒക്കെ നല്ല രസമായിട്ടുണ്ട്. ഈ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, എത്ര വെയിലുണ്ടായിക്കോട്ടെ ഇതിനടിയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു തണുപ്പാണ്. നമുക്ക് ഒരു ചൂടും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒരു ക്ഷീണം പോലും തോന്നില്ല നമുക്കിവിടെ ഇരിക്കുകയാണെങ്കിൽ. മുകളിലേക്ക് നോക്കിയാൽ അറിയാം, നോക്കിയേ എന്താ പറയുക, അത്രയും ഇങ്ങനെ പറഞ്ഞിരിക്കാൻ പറ്റില്ല, അത്രയും രസമാണ്. ഏറ്റവും സുഖമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ ആയാലും ചെടികളൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ആകെ ഒരു പണി കാരണം അങ്ങോട്ടൊക്കെ നീക്കി വെച്ചിരിക്കുകയാണ്. ചെടികൾ പുതിയ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വേര് പിടിക്കാനും അതേപോലെ തന്നെ ചെടികളൊക്കെ ഇങ്ങനെ ചട്ടികളിൽ നിറയ്ക്കാനും ഒക്കെ ഏത് ഉച്ച നേരം 12 മണി 12:30 1 മണിക്ക് ആയിക്കോട്ടെ ഏറ്റവും സുഖമുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ ഇന്ന് കഴിഞ്ഞാലേ വെറുതെ ഇരിക്കും. ഇപ്പോൾ നമ്മുടെ ഇവിടെ പണിക്കാരുണ്ടല്ലോ, അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതിമിളി കിടക്കണം അവർ. അങ്ങനെയാണ്. അത് നല്ലൊരു സ്ഥലമാണ് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ സ്ഥലം. അതുപോലെ കുളിക്കുന്ന സ്ഥലമായാലും ഇനി അങ്ങോട്ട് പോവാം. ഇത്രയും ഭംഗിന്ന് വരുന്നത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്ത് രസമായി നോക്കുമ്പോൾ തന്നെ. എവിടേക്ക് നമ്മളിങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ കൊളത്തും അങ്ങനെ കാര്യം ഭയങ്കര മാറ്റമായിരിക്കും. അത് ഞാൻ പറഞ്ഞു പെട്ടെന്ന് കഴിയില്ല എന്ന്. എന്തായാലും നമ്മുടെ ഓരോ ദിവസത്തിൽ ഞാൻ കാട്ടിത്തരാം പണികളൊക്കെ എന്തോരം ആവണുണ്ടെന്നുള്ളത്. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ കുളിക്കുന്ന സ്ഥലം ഇതിപ്പോൾ ഒരു തെണ്ട് പോലെയൊക്കെ ഉണ്ട്. കാരണം ഇവർ ഇവിടെ കുളിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയൊക്കെ നിൽക്കുമ്പോഴൊക്കെ ഉള്ള ഒരു സൗകര്യം കിട്ടാനായിട്ട്. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരു തെണ്ടും കൂടി നമ്മളിങ്ങനെ എക്സ്ട്രാ പണിതിട്ടുണ്ട്. കണ്ടാ, ഈ ഒരു തെണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ അടുത്തവർ വന്ന് നിൽക്കൂട്ടാ. അപ്പം ഞാനൊക്കെ താഴത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് കൃത്യമാണ് അങ്ങോട്ട് നോക്കാനായിട്ട്. പക്ഷേ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കാം, എന്താ പറയുക, നോട്ടം കിട്ടില്ല. ഹൈറ്റ് പാകില്ല അവർക്ക്. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു സ്റ്റെപ്പ് പണിത് നോക്കണേ. ഈ ഒരു സ്റ്റെപ്പുമ്പോൾ കയറി നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ അവരെ കൈ ശരിക്ക് ഈ ഒരു രീതിയിൽ ഇവിടെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പൊക്കെ പണിത് നോക്കുന്നത്. ഇനിയിപ്പോൾ ടൈലൊക്കെ ഒട്ടിക്കണം, അത് കാരണം പറഞ്ഞത് പണികൾ ഇങ്ങനെ കുറേ ഉണ്ടെന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് നമ്മുടെ ഈ ഒരു സ്ഥലം കുറച്ചും കൂടി അടച്ചുറപ്പാക്കാണ് അവർക്ക്. കാരണം നെറ്റിലായിരുന്നു, ആ നെറ്റൊന്നും അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. അപ്പോൾ അത് കാരണം കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടി നമ്മളിവിടെ ചുമര് കെട്ടാണ്. ഇത്രയും ഹൈറ്റിൽ കെട്ടി ഇനി ഇവിടെ ഇത്രയും ഉറപ്പുള്ള നെറ്റാണ് നമ്മളിവിടെ അടിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ യൂണിക് ഫാമിലി 2.0യിലേക്ക് ഒരു പാചകം വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വെക്കുന്ന പാചകം എന്ന് പറയുന്നത് നമ്മുടെ കൂർക്കയും ചാളയാണ് കേട്ടോ. സൂപ്പറല്ലേ? അപ്പോൾ നമ്മുടെ ചാളയും കൂർക്കയും അടിപൊളി കറിയാട്ടാ. പക്ഷേ ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിക് ഫാമിലി 2.0യിലേക്ക് പോകണം കേട്ടാ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ കിട്ടില്ല.